പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന മുറിവുകളെ എങ്ങനെയാണ് അനുഗ്രഹത്തിൻ്റെ വഴികളാക്കി മാറ്റുക എന്നുള്ള ഒരു സൗഖ്യ ശുശ്രൂഷ സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു സ്റ്റേജാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ പ്രശ്നത്തിലേക്ക് ആരെ വിളിക്കണം? യേശുവിനെ വിളിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ടാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ പ്രശ്നങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയാൻ ആഗ്രഹിക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യം, എഴുതിയെടുത്ത് പഠിച്ചോ. നമ്മുടെ മുറിവുകളിൽ, ഈ ക്ലേശങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയാൻ ആഗ്രഹിക്കണം. നമുക്കൊരു വചനം പഠിക്കാം. അത് എസക്കിയേലിന്റെ പ്രവചനം, ബുക്ക് ഓഫ് എസക്കിയേലിന്റെ പ്രവചനം 37-ാം അധ്യായം 11 മുതലുള്ള വചനം വായിച്ചാലോ? 11, 12, 13, 14 നല്ല വചനങ്ങളാണ്. ബുക്ക് ഓഫ് എസക്കിയേലിന്റെ പ്രവചനം, അതിന്റെ 37-ാം അധ്യായം നമുക്ക് വളരെ പരിചിതമാണ്. ആ അധ്യായത്തിന്റെ വളരെ പ്രസക്തമായ 1-2 വചനഭാഗങ്ങളാണ് 11, 12, 13, 14. വായിക്കാം. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നുവെന്ന് അവർ പറയുന്നു. ആകയാൽ അവരോട് പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. 13 വചനം വായിച്ചോ. എന്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങളറിയും. അടുത്ത വചനം കൊണ്ട് പഠിച്ചോ. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. കർത്താവായി ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, എസക്കിയേലിന്റെ പ്രവചനം 37-ാം അധ്യായം നമുക്കറിയാം. എന്താണ് ആ അധ്യായത്തിന്റെ പ്രത്യേകത? അതിന്റെ ഹെഡിങ് എന്താ എഴുതിയിരിക്കുന്നത്? അസ്ഥികളുടെ താഴ്വര, വരണ്ട അസ്ഥി, ഒരു സാധ്യതയും ഇല്ലാതെ വരണ്ട അസ്ഥി. ആ അസ്ഥിയുടെ താഴ്വരയുടെ മുമ്പിൽ നിന്ന് പ്രവാചകന്റെ സംഭാഷണ ശൈലിയാണ് 37-ാം അധ്യായത്തിന്റെ തുടക്കം. ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, ഈ വരണ്ട അസ്ഥികൾ രക്ഷപ്പെടുവോ? ഇവിടെ ഇരിപ്പുണ്ട് ചിലര് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എൻ്റെ മകൻ ഇങ്ങനെയാണ്, ഇനി അവൻ രക്ഷപ്പെടുവോ? എൻ്റെ മകൾ ഇങ്ങനെയാണ്, അവൻ രക്ഷപ്പെടുവോ? എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെയാണ്, രക്ഷപ്പെടുവോ? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, രക്ഷപ്പെടുവോ? ഈ ഒരു ചോദ്യം എസക്കിയേൽ പ്രവാചകൻ ചോദിച്ചതാണ്. ആ എസക്കിയേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു കൊടുത്തു, മനുഷ്യപുത്ര, നീ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത്, ഈ വരണ്ട അസ്ഥികൾ ജീവൻ പ്രാപിക്കുന്ന ദൈവത്തിന്റെ ശ്വാസം, ദൈവത്തിന്റെ ജീവശ്വാസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു ചെല്ലുമ്പോൾ വരണ്ട അസ്ഥികൾ ജീവൻ പ്രാപിക്കും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നിങ്ങൾ കരിക്കട്ട കണ്ടിട്ടുണ്ടോ? കരിക്കട്ട ഉണ്ടോ? ആ കരിക്കട്ടനെ തൊട്ടാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ കയ്യേലും കരിപറ്റും, അല്ലേ? അതെവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവിടെയും കരിപറ്റും. ഈ കരിക്കട്ടന് ഇനി എന്നാ ചെയ്യാൻ പറ്റും? ഇതെവിടെ കൊണ്ട് വെച്ചാലും ആര് തൊട്ടാലും കയ്യേല് മുഴുവൻ അഴുക്ക് പറ്റുക. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിലെ ചിലരും ഇങ്ങനെ ഈ കരിക്കട്ടയുടെ അവസ്ഥയാ. എൻ്റെ പൊന്നച്ചായ, എന്നാ ചെയ്യാനാ, എന്ത് ചെയ്യാനാ? ഒരു പേപ്പർ ഇട്ട് പിടിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പേപ്പറെ മുഴുവൻ കരിയായി, അല്ലേ? വീട്ടിൽ ഒരു കാര്യത്തിൽ അടുപ്പിക്കാതെ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു, പക്ഷെ അവിടെ ഇരുന്നപ്പോൾ അവിടെയും കരിയാ. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എന്നോട് പറഞ്ഞതാ, എൻ്റെ പൊന്നച്ച, ചേട്ടനെ കൊണ്ട് തോറ്റു. ഞാൻ പറഞ്ഞു, എന്ന് പറഞ്ഞാൽ എങ്ങനെ കാര്യവും ശരിയാവും ചേച്ചി? അച്ഛൻ, ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ഒന്നും ചെയ്യണ്ട, വീട്ടിൽ അവിടെ ഇരുന്നാൽ മതി, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം, കാരണം ചേട്ടന് കുറെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ചേട്ടനോട് പറഞ്ഞു അവിടെ ഇരുന്നാൽ മതി. എൻ്റെ പൊന്നെ, വീട്ടിൽ ഇരിക്കുമ്പം തൊട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇനിയിപ്പോൾ എന്നാ ചെയ്യും?
ഇവിടെ ഇരിക്കുന്ന ചിലർ ചിന്തിക്കുന്നുണ്ട് ജീവിതം ചില കരിക്കട്ട പോലെയാണ്, എന്നതാ ചെയ്യാൻ പറ്റണ ഒരു പിടുത്തവും ഇല്ല. എന്നാൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, എന്നാൽ ഈ കരിക്കട്ടയെ തീയോട് ചേർത്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? എന്താവും? പറ പറ പറ. ആ കരിക്കട്ട ഇങ്ങനെ ചൂട് പിടിക്കാൻ തുടങ്ങും. കരിക്കട്ട ഇങ്ങനെ ചൂട് പിടിക്കാൻ തുടങ്ങും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരിക്കട്ട ഇങ്ങനെ ചൂട് പിടിച്ച് വരുമ്പോൾ അത് തീയായി മാറ്റപ്പെടാൻ തുടങ്ങും. എന്ന പോലെ ദേ കരിഞ്ഞിരിക്കുന്ന നിനക്കും ഇച്ചിരി ചൂട് കിട്ടണം. കരിഞ്ഞിരിക്കുക ചിലര്, ഇവിടെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടറിയാം. ചിലത് ഇങ്ങനെ കരിഞ്ഞ് ഉണങ്ങി വരണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കണോ? ഉറങ്ങണോ? എഴുന്നേക്കണോ? വീട്ടിൽ പോകണോ? കഞ്ഞി കുടിക്കണോ? എന്തിനും അവർക്ക് ഒന്നിനോടൊരു താല്പര്യമില്ല. ഉണങ്ങിയ കരിക്കട്ട പോലെ ഇരിക്കുക. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, നീ കരിക്കട്ടയാകാനല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനാൽ ജ്വലിക്കാനുള്ള ആളാ. പറഞ്ഞു കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഈ കരിക്കട്ടയ്ക്ക് ശക്തി കിട്ടുന്നത് എങ്ങനെയാ? അതിന് തിളക്കം വരുന്നത് എങ്ങനെയാ? അതിന് ജ്വലനം വരുന്നത് എപ്പോഴാ? അതിന് തീയോട് ചേർന്നിരിക്കുമ്പോഴാ. ഈ കരിക്കട്ട പോലെ ഇരിക്കുന്ന എസെക്കിയേലിന്റെ പ്രവചന പുസ്തകത്തിൽ പഠിപ്പിക്കുന്ന അസ്ഥികളുടെ താഴ്വരയിൽ അതിന് ജീവൻ ലഭിക്കുന്നത് അതിന് ചൂടോട് ചേർന്നിരിക്കുമ്പോഴാണ്, തീയോട് ചേർന്നിരിക്കുമ്പോഴാണ്. ആ തീ എന്ന് പറയുന്നത് എന്തുവാ? അത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എവിടെയെല്ലാം വരുന്നോ അവിടെയെല്ലാം ഉണങ്ങിയിരിക്കുന്ന ആള് ജ്വലിക്കാൻ തുടങ്ങും. അവിടെ ഉണങ്ങിയിരിക്കുന്ന ആള് ബലം പ്രാപിക്കാൻ തുടങ്ങും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നിനക്കുണ്ടാവുന്ന ഓരോ സംഭവങ്ങളും നിന്നെ ജ്വലിപ്പിക്കാനുള്ളതാണ്. നമ്മുടെ കഴിഞ്ഞ മാസം ആന്തരിക സൗഖ്യ ധ്യാനത്തിന് വന്ന ഒരു ചേച്ചി, ആദ്യത്തെ ആഴ്ചത്തെ ധ്യാനത്തിന് വന്നൊരു ചേച്ചി ഈ കോളർ വെച്ചിട്ട് ചേച്ചിക്ക് കഴുത്ത് പോലും അടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ ചേച്ചി വലിയ ആഗ്രഹത്തിൽ വന്നിരിക്കുക. വീട്ടുകാർ പറഞ്ഞു, നീ എന്തിനാ ധ്യാനിക്കാനൊക്കെ പോകുന്നത്? നിനക്കിപ്പോ ഒന്നാമത് വയ്യാത്ത അവസ്ഥയല്ലേ, നീ ഇതിനൊന്നും പോകേണ്ട കാര്യമൊന്നും ഇല്ല. പക്ഷെ ചേച്ചി പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവ് എന്നെ സ്പർശിക്കും. അപ്പൊ ധ്യാനത്തിന് ഒന്നാം ദിവസം വന്നപ്പോൾ തൊട്ട് ആ ചേച്ചി പറഞ്ഞു, കർത്താവേ, എനിക്ക് സൗഖ്യം വേണം, എന്റെ സൗഖ്യത്തിലൂടെ അനേകർ രക്ഷപ്പെടണം. കർത്താവ്, എന്റെ സൗഖ്യത്തിലൂടെ അനേകം രക്ഷപ്പെടണം. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ മുന്നോട്ട് നീങ്ങി 4-ാം ദിവസം ആ ശുശ്രൂഷ സമയത്ത്, ആരാധന സമയത്ത് ആ സഹോദരി കോളർ ഊരി അത് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കിനി കോളർ വേണ്ട, കാരണം കർത്താവ് എന്നെ തൊട്ട് കഴിഞ്ഞു. നല്ല കയ്യടി കൊടുത്തേ. ഹല്ലേലൂയാ. ഞാൻ ഈ സൗഖ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനല്ല, മറിച്ച് ഇത് നടന്നത് സെപ്റ്റംബർ മാസത്തിലെ ആദ്യത്തെ ധ്യാനത്തിന്, 2-ാമത്തെ ധ്യാനം, അതായത് കഴിഞ്ഞ ധ്യാനത്തിന് ദേ ആ ചേച്ചി വന്നത് ഒറ്റയ്ക്കല്ല, ഭർത്താവിനെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടാണ് അത് വന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നിട്ട് ആ ചേച്ചി എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് കഴുത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്, ആ രോഗപീഠ ഉണ്ടായത് എന്തിനാണെന്നറിയാവോ? അച്ഛൻ അങ്ങോട്ട് നോക്കിക്കേ, എൻ്റെ ഭർത്താവും പിള്ളേരും വന്നത് കണ്ടോ? അവർക്കൊരടയാളമായിട്ട് കർത്താവ് കൊടുത്തതാണ് എൻ്റെ ആ വേദന. ഹല്ലേലൂയാ. പിടികിട്ടുന്നുണ്ടോ? അതുകൊണ്ടാണ് ഭർത്താവും മക്കളും കൂടെ വന്നിരിക്കുന്നത്. അച്ഛാ, ഞാൻ അന്ന് അനുഭവിച്ച വേദനയിലൂടെ എൻ്റെ ഭർത്താവും കുട്ടികളും ധ്യാനത്തിന് വന്നിരിക്കുന്നു. അവരും കൂടെ ധ്യാനം കൂടി സാക്ഷ്യം പറഞ്ഞ് സന്തോഷത്തോടുകൂടെ തിരിച്ചുപോയി. നല്ലൊരു വെടിക്കെട്ട് കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും കരിക്കട്ടയ്ക്ക് സമാനമായ അനുഭവത്തെ ഓർത്തുകൊണ്ട് വിഷമിച്ചോണ്ടിരിക്കാനല്ല, മറിച്ച് അവയ്ക്ക് ചൂട് കൊടുക്കാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊടുക്കാൻ. അങ്ങനെ കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്നാണ് വചനം പഠിപ്പിച്ചത്. ശ്രദ്ധിച്ച വചനം ഒന്ന് വായിച്ച്. എസെക്കിയേലിന്റെ പ്രവചനം 37-ാം അധ്യായം അതിന്റെ 11-ാം തിരുവചനം പറയുന്നു, അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ്. ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ അവസ്ഥ അങ്ങനെയായിരിക്കും. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ പ്രാർത്ഥനാ നിയോഗം വരുമ്പോൾ മിക്കവാറും ഞാൻ കാണുന്ന എന്നാന്നറിയോ? അച്ഛാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഞങ്ങൾ എന്ത് ചെയ്യും അറിഞ്ഞുകൂടാ. വിഷമം, സങ്കടം, ഭാരം അത്രമേലുണ്ട്. പ്രാർത്ഥനാ നിയോഗങ്ങൾ അത്രമേലുണ്ട്. പരിത്യക്തരായിരിക്കുന്നു, നിരാശപ്പെട്ടിരിക്കുന്നു. വചനം പറയുന്ന കാര്യം, ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും. ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെങ്കിലും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു, ഭാരപ്പെട്ടിരിക്കുന്നു, ഉണ്ടാവും. ശ്രദ്ധിച്ചോണം, ഇത് നിനക്കുള്ള വചനമാണ്. സ്വന്തം ദേശത്ത് ജീവിക്കുന്നതിന് ഭാരപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ താമസിക്കുന്ന വീട്, അതുവേ അവിടുന്ന് പോകേണ്ടി വരുന്ന ഒരു വല്ലാത്ത ഗതികെട്ട അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ താമസിക്കുന്ന ദേശത്ത് താമസിക്കാൻ പറ്റാതെ വലിയ ഭാരപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട്. അതുകൊണ്ട് ഈ വചനം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് സമ്മാനിക്കുന്നത്. ചില കുടുംബങ്ങളുണ്ട്, സ്വന്തം ജനിച്ച ദേശത്ത് ജീവിക്കാൻ പറ്റാതെ വാടക വീട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം നിനക്കുള്ളതാണ്. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. ഇറ്റ് ഈസ് എ പ്രോമിസ്. ഇതൊരു വാഗ്ദാനമാണ്. നിങ്ങൾ ജനിച്ച, നിങ്ങൾ വളർന്ന നാട്ടിൽ നിനക്ക് ജീവിക്കാൻ കർത്താവ് നിനക്കൊരു കൃപ തരും. കർത്താവായി ഞാനാണിത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും. കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ ഇന്നായിരിക്കുന്ന അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ച് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14, 14-ാം അധ്യായം, അതിന്റെ 26-ഉം 27-ഉം. 14-ാം അധ്യായം 26 നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിന്റെ കൂടെ 27-ഉം കൂടെ ഒന്ന് വായിച്ചോളൂ. 14-ാം അധ്യായം 26-ഉം 27-ഉം. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അടുത്ത വചനം ശ്രദ്ധിച്ചു. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ, ഉച്ചത്തിൽ വിളിച്ച പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മുറിവിലേക്ക്, ക്ലേശത്തിലേക്ക് നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്താണ്? പരിശുദ്ധാത്മാവിനെ വിളിക്കുക. ഹല്ലേലൂയാ. മൂന്നാമത്തെ കാര്യം എഴുതി വെച്ചേ, അതായത് ഒരു വ്യവസ്ഥയും ഇല്ലാതെ ക്ഷമിക്കുക. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എഴുതിക്കോളൂ. ക്ഷമിക്കുക. ഒരു വ്യവസ്ഥയും ഇല്ലാതെ ക്ഷമിക്കണം. നിന്റെ ജീവിതത്തിൽ ഇന്നത്തെ ക്ലേശം, മുറിവ്, സങ്കട സൗഖ്യപ്പെടാൻ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏത്? പറഞ്ഞേ. ക്ഷമിക്കുക. നിരപരാധികം ക്ഷമിക്കുക. വ്യവസ്ഥകളില്ലാതെ ക്ഷമിക്കുക. ഹല്ലേലൂയാ. പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം 2-3 തിരുവചനം വായിച്ചാലോ? ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 28, 28-ാം അധ്യായം, അതിന്റെ 2-3. 28-ാം അധ്യായത്തിന്റെ ഹെഡിങ് തന്നെ നോക്കിയേ, തെറ്റുകൾ ക്ഷമിക്കുക എന്നുള്ളതാണ്. അതിന്റെ 2-ാം തിരുവചനം 2-3 വായിക്കാം. അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. കണ്ടോ, വചനം പഠിപ്പിക്കുകയാണ്. അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. 3-ാം വചനം ഇങ്ങനെയാണ്: അയൽക്കാരനോട് പകവച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശ്രദ്ധിച്ചേ, ക്ഷമിക്കണം. പറഞ്ഞേ, ആരോട്? നിന്റെ ജീവിതത്തിൽ നിന്നെ വേദനിപ്പിച്ചവര്. ചിലരിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അച്ഛാ ഞാൻ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടാണ് അവരെന്നോട് ഇങ്ങനെ ചെയ്യുന്നത്. ആയിക്കോട്ടെ, പക്ഷെ നീ എന്ത് ചെയ്യണം? നീ ഒരു ദൈവമകനാണ്, ദൈവമകളാണ് ആയതിനാൽ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവ തിരുമുമ്പിൽ ഈ തീരുമാനം എടുക്കണം, പ്രഖ്യാപിക്കണം. എങ്കിലേ സൗഖ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. ആന്തരിക സൗഖ്യം അനുഭവിക്കണമെങ്കിൽ ഒരു വ്യക്തി എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത്. നീ ക്ഷമിക്കാൻ തയ്യാറാവണം. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ തയ്യാറാവണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 21-ാം തിരുവചനം നമുക്കറിയാവുന്നൊരു വചനമാണ്. ഇതിനോട് ചേർന്ന് പഠിക്കേണ്ട ഒരു വചനമാണ്. മാർക്ക് ചാപ്റ്റർ 11, മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 21-ാം തിരുവചനത്തിൽ
21 വചനം എന്താ പഠിപ്പിക്കുന്നത്? അപ്പോൾ പത്രോസ് ആ അവനെ അനുസ്മരിപ്പിച്ചു, ആ ഗുരു നോക്കൂ, ഈ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. യെസ്, യേശു അത് ആ സംഭാഷണം മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞ് 25 വചനം വായിച്ച് 25. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. കണ്ടോ ദേ വചനം ഒന്ന് ഏറ്റു പറയാമല്ലോ. പലതകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ ഏറ്റു പറഞ്ഞോളൂ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. ഹല്ലേലൂയ. ലൂക്കാസ് വിശേഷം അതിന്റെ 23 അധ്യായം. വളരെ ശക്തമായ ഒരു സന്ദേശം ആ വചനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് സമ്മാനിക്കുകയാണ്. 23 അധ്യായം അതിന്റെ 34 തിരുവചനം ഒന്ന് വായിച്ചേ. 23 അതിന്റെ 34 തിരുവചനം. യേശു പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. ഹല്ലേലൂയ. 2 കരങ്ങളുമായി ഈശോ കുരിശേ കിടന്ന പോലെ ഒന്ന് വിരിച്ചു പിടിച്ചേ. ഈശോ കുരിശേൽ കിടന്ന പോലെ വിരിച്ചു പിടിച്ചേ. വിരിച്ചു പിടിച്ചേ, നന്നായിട്ടൊന്ന് വിരിച്ചു പിടിച്ചേ. എന്നിട്ട് ഒച്ചത്തിൽ ഞാൻ പറയുമ്പോ എന്ന് ഏറ്റു പറയണം കേട്ടോ. പിതാവേ, ഇങ്ങനെ പോരാ, ഒച്ചത്തിൽ പറ. പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ക്ഷമിക്കണം. അടുത്തിരിക്കുന്ന ആളോടൊന്നും കൂടെ പറഞ്ഞ് ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്. പാവനാത്മാവേ എന്നിൽ വന്നു നിറയണമേ, പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ